സോ ഇന്നലെ അത്ലറ്റിക് ക്ലബ് എവേ മാച്ചിൽ നമ്മൾ നില്ലിൻ്റെ ഒരു ഡ്രോ വഴങ്ങുകയുണ്ടായി. സോ മാച്ച് ഇന്നലെ സത്യം പറഞ്ഞാൽ എനിക്ക് ആ സെക്കൻഡ് ഹാഫിലൊക്കെ മാച്ച് എങ്ങനെയും ഒന്ന് തീരട്ടെ കാണണമെന്ന് തന്നെ ഇല്ല. കാരണം ആ രണ്ട് ഇഞ്ചറി ഇഷ്യൂസ് മനസ്സിൽ ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കണ്ടാൽ ഇതൊന്ന് എങ്ങനെയും ഒന്ന് കഴിഞ്ഞിട്ട് അവരുടെ മെഡിക്കൽ റിപ്പോർട്ട് ഒന്ന് അറിയാവുന്നിടം വരെ നമുക്ക് ടെൻഷനാണ്. ഇപ്പോഴും ടെൻഷനാണ് ഉള്ള പറയാം. സോ നമ്മൾ മാച്ചിലോട്ട് നോക്കുകയാണെങ്കിൽ സാവി പ്രീ മാച്ച് വന്ന് പറയുകയുണ്ടായി. അവരുടെ ഇൻ ബിഹൈൻഡ് സ്പേസസ് നമുക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യണം. നമുക്കറിയാം എർണസ്റ്റോ വാൽവേർഡെ ടീം അത്യാവശ്യം അവരുടെ ഡിഫൻഡേഴ്സിനെ പുഷ് ചെയ്യും. ദർ വിൽ ബി സ്പേസസ് ഇൻ ബിഹൈൻഡ്. പക്ഷെ ആള് റെഫിൻ തന്നെ റൈറ്റ് സ്റ്റാർട്ട് ചെയ്തു, റൈറ്റ് മൂവ്. ആൻഡ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ പുള്ളി പോയി പെഡ്രീനെ സ്റ്റാർട്ട് ചെയ്യാൻ. സോ പുള്ളി പ്രീ മാച്ച് പറഞ്ഞത് വെച്ച് നോക്കുവാണെങ്കിൽ ആ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഹി ഷുഡ് ബി സ്റ്റാർട്ടിങ് എ ക്യുക്ക് വിങ്ങർ അല്ലെ, ഏതർ വിക്ടർ റോക്ക് അല്ലെ വേറെ ആരെയും ഒരു സ്പീഡി അത്യാവശ്യം. ശരിയാണ്, വിക്ടർ റോക്കിന് സ്ട്രോങ്സ്റ്റ് പൊസിഷൻ അല്ല അത്. പക്ഷെ അങ്ങനെ റൂമർ ഉണ്ടായിരുന്നു മേ ബി വിക്ടർ റോക്കിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ സ്റ്റാർട്ട് ചെയ്തേക്കാം. വി നീഡ് എ പ്യുവർ വിങ്ങർ. വിക്ടർ റോക്ക് പ്യുവർ വിങ്ങർ എന്നല്ല, ബട്ട് ഹി ഈസ് ക്യുക്ക്. നമുക്കൊരു ക്വിക്ക് ആയിട്ടുള്ള രണ്ട് പ്ലേയേഴ്സ് വേണമെന്നുണ്ട്. ബട്ട് പെഡ്രീനെ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. മേ ബി ആ ഇഞ്ചറി വന്നതിന്റെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ കണ്ടു കാണുമല്ലോ. മേ ബി പെഡ്രീനെ അവിടെ സ്റ്റാർട്ട് ചെയ്ത് എന്തിനെന്ന് ചോദിച്ചാൽ ക്രിറ്റിസിസം വന്നിട്ടുണ്ട്. സോ അവിടെ തന്നെ സാവിക്കൊന്ന് പാളി അവിടെ. സോ പുള്ളി പറഞ്ഞതുമായിട്ട് വെച്ച് നോക്കുമ്പോൾ രണ്ട് പ്യുവർ വിങ്ങേഴ്സിനെ ആയിരിക്കണം ഇറക്കേണ്ടത്. പ്യുവർ വിങ്ങേഴ്സ് അല്ലെങ്കിൽ നല്ല സ്പീഡുള്ള രണ്ട് പ്ലേയേഴ്സിനെ ആയിരിക്കും രണ്ട് സൈഡിലിട്ടുണ്ട്. റഫീന വാസ് റൈറ്റ് മൂവ്, അപ്പുറത്ത് പെഡ്രീനെ ലെഫ്റ്റിലിട്ട് ചോദ്യം വന്നിട്ടുണ്ട്. ആൻഡ് രണ്ടാമത് എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മെഡിക്കൽ ടീമിനെ കുറിച്ചാണ് ചോദിക്കാനായിട്ടുള്ളത്. സോ ഇപ്പൊ 8 ദിവസം ഗ്യാപ്പിന് ശേഷമാണ് നമ്മുടെ പ്ലേയേഴ്സ് ഇറങ്ങുന്നത്. അത്ലറ്റിക് ക്ലബ്ബ് റീസെന്റ് കൂടെ ഒരു മാച്ച് കളിച്ചതേ ഉള്ളൂ. സോ നമ്മുടെ പ്ലേയേഴ്സിന് ഇങ്ങനെ റെഗുലർലി ഇഞ്ചറി പറ്റുന്നു. ഇപ്പൊ ബാൾഡെ ഔട്ട്, ഗ്യാവി ഔട്ട്. പെഡ്രിയുടെ സിറ്റുവേഷൻ, പെഡ്രി 2021 മുമ്പ് വരെ ഈ ഹാഡ് 0 ഇഞ്ചറീസ്. അതിനുശേഷം 9 ഡിഫറെന്റ് ഇഞ്ചറി. ശരിയാണ്, പുള്ളിനെ മേ ബി ആ ഒരു സീസൺ ഗോൾഡൻ പോയി നേടിയ 2020-21 സീസൺ 72 മാച്ചസോളം ഓൾ കോമ്പറ്റീഷൻ പുള്ളി കളിച്ചു. ദാറ്റ്സ് ട്രൂ. പക്ഷേ നമ്മൾ ഇപ്പോഴും ആളുടെ ഉള്ളിൽ ഇഞ്ചറി എന്താണ്, ആൾക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് വരുന്നത് എന്തിനാണ് നമ്മുടെ മെഡിക്കൽ ടീം ഇതുവരെ ഫൈൻഡ് ചെയ്തിട്ടില്ല. അതൊരു ഇതാണ്, നമ്മുടെ മെഡിക്കൽ ടീമിനെ ക്വസ്റ്റ്യൻ ചെയ്തേ പറ്റൂ. സോ ലുക്ക് അറ്റ് റയൽ മാഡ്രിഡ്സ് മെഡിക്കൽ ടീം. അവരുടെ പ്ലേയേഴ്സ് ഇഞ്ചേർഡ് ആയി പുറത്തു പോകുന്നു. ഷെഡ്യൂൾ ചെയ്തതിനേക്കാളും 2-3 ആഴ്ച മുമ്പ് പ്ലേയേഴ്സ് തിരിച്ചു വരുന്നു. സോ നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്, നമ്മുടെ മെഡിക്കൽ ടീമിനെ ക്വസ്റ്റ്യൻ ചെയ്തേ പറ്റൂ. സോ അതൊന്ന് കൺസിഡർ ചെയ്യേണ്ട ആവശ്യം തന്നെയാണ്. ആൻഡ് ഫ്രാങ്ക് ഡിയോങ്സ് ഇഞ്ചറി, ഫ്രാങ്ക് ഡിയോങ്ങിന്റെ ഇഞ്ചറി ഇസ് റിയലി ഗോയിങ് ടു ഹേർട്ട് us. സോ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ന് വൈകിട്ട് നമുക്കൊരു 3 മണി 4 മണി 5 മണിയൊക്കെ ആകുമ്പോഴേക്കും കാര്യങ്ങൾ അറിയാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സോ കുറെ റൂമേഴ്സ് വരുന്നത് പെഡ്രി ഈസ് ഔട്ട് ഫോർ റെസ്റ്റ് ഓഫ് ദ സീസൺ, ഫ്രാങ്ക് ഡിയോങ് അടുത്ത 5 മുതൽ 7 മാച്ചസ് മിസ് ചെയ്യുമെന്നൊക്കെയാണ്. ബട്ട് ഐ ഡോണ്ട് തിങ്ക് സോ. കാരണം അവർക്ക് എങ്ങനെ അറിയാനാണ്, മെഡിക്കൽ ടീമിന്റെ റിപ്പോർട്ട് വരാതെ എങ്ങനെ പറയാനാണ്? അവർ ചുമ്മാ ഊഹിച്ച് ഓരോ മീഡിയാസ് റിപ്പോർട്ട് ചെയ്തായിരിക്കും. ബട്ട് പെഡ്രിയുടെ ആയിരിക്കും കുറച്ചുകൂടെ സീരിയസ് ഇഞ്ചറി എന്ന് കേൾക്കുന്നു. നമ്മൾ പിന്നെ പെഡ്രി ഇല്ലാതെ കളിച്ച് ശീലമുള്ളതാണ്. നമുക്ക് എങ്ങനെയും ഒക്കെ ഇറ്റ് ഈസ് ഗോയിങ് ടു എ ഹ്യൂജ് ലോസ്. പെഡ്രി നമ്മുടെ ടീമിൽ അത്രയ്ക്ക് ഇൻഫ്ലുവൻഷ്യൽ ഫാക്ടറാണ്. ബട്ട് പെഡ്രി ഇല്ലാതെ നമ്മൾ കളിച്ച് ശീലമുള്ളതാണ്. പക്ഷെ ഫ്രാങ്കി ഡിയോങ്ങിന് ഇഞ്ചറി ഈസ് ഗോയിങ് ടു ഹേർട്ട് us മോർ ദാൻ പെഡ്രീസ്. സോ ഇന്നത്തെ മാച്ചിൽ തന്നെ നമ്മൾ കണ്ടാണ് ഫ്രാങ്കി ഡിയോങ് പോയതിനു ശേഷം നമ്മുടെ അറ്റാക്കിലാണെങ്കിൽ ആകെപ്പാട് ഒരു ഒഴിയില്ല. അവിടെ ബോൾ മൂവ്, മിഡ്ഫീൽഡ് കൺട്രോളേ ഇല്ല ഇന്നത്തെ മാച്ച്. രണ്ട് ടീമിന്റെ മിഡ്ഫീൽഡ് നമ്മൾ നോക്കാനാണ് മിസ് പാസിന് വേളായിരുന്നു. അതിലൂടെ ഞാൻ വരാം. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഐ ഹോപ്പ് ഫ്രാങ്ക് ഡിയോങ്സ് ഇഞ്ചറി ഡസന്റ് ഗെറ്റ് സീരിയസ്. നാപ്പോളി മാച്ച് ഗ്യാരണ്ടീഡ് ആയിട്ട് രണ്ടുപേരും മിസ്സാവും, ഉറപ്പാണെങ്കിൽ. രണ്ടുപേരും നാപ്പോളി മാച്ച് കാണത്തില്ല, 100% ഉറപ്പായിട്ടുണ്ട്. അത് നാപ്പോളി ഇന്നലെ യുവന്റസിനെ 2-1 തോപ്പിക്കുന്നു. അതിനു മുമ്പ് സക്സസ്ഫുൾ ആയിട്ട് 6-1. സോ കൽസോണ പുതിയ കോച്ച്, പുള്ളി അവിടെ വന്ന ഉടനെ ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്. ഐ ഫീൽ വിത്തൗട്ട് ഫ്രാങ്കി, വിത്തൗട്ട് പെഡ്രി, നോ ഗ്യാവി, നോ ബാൾഡെ, തിങ്സ് ആർ ലുക്കിംഗ് റിയലി ബാഡ് ഫോർ us. സോ എന്നിട്ട് നമ്മൾ മാച്ചിലോട്ട് നോക്കുകയാണെങ്കിൽ, സോ ഇഞ്ചറി ഇഷ്യൂസിന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു. ഐ ഹോപ്പ് എവരിതിങ് ഗെറ്റ്സ് ഓക്കെ, അത്ര ഞാൻ പറയുന്നുള്ളൂ. മാച്ചിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ നോക്കാൻ ക്യാൻസലോടെ ആ ഒരു ഷോട്ട് ഫ്രം ഔട്ട് സൈഡ്, അതുകൊണ്ടല്ല അവർ ഗോൾ കീപ്പർ കയറി വന്നു. അതേ ഉള്ളായിരുന്നു എടുത്ത് പറയത്തക്ക അവർ ബെസ്റ്റ് ചാൻസ് എന്ന് പറയാനായിട്ട് ഓൾ അക്രോസ് മാച്ച് അല്ലേ. സോ ഫസ്റ്റ് ഹാഫിൽ കണ്ടതിന്റെ പകുതി ഇന്റൻസിറ്റി പോലും സെക്കൻഡ് ഹാഫിൽ നമ്മൾ കാണിച്ചുമില്ല, അതും എടുത്തു പറയാം. ഫസ്റ്റ് ഹാഫിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഈ പ്ലേയേഴ്സ് ഇഞ്ചേർഡ് ആയി പോകുന്നു. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ മേ ബി നമ്മളൊരു തല താഴ്ത്തി കളിച്ച പോലെ പോകുന്നു. മേ ബി നമുക്ക് ജയിക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം നമ്മുടെ ടീമിനില്ലായിരുന്നു. ഇന്നത്തെ മാച്ചിലെ പോസിറ്റീവ്, ഇന്നത്തെ മാച്ചിൽ സത്യം പറഞ്ഞാൽ ആസ് എ മാച്ച് ആസ് എ ഹോൾ ഐ ഫെൽറ്റ് ഓക്കെ. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഒരു ന്യൂട്രൽ എഫക്റ്റ് ആണ് ഇന്നത്തെ മാച്ചിൽ നിന്ന് എനിക്ക് കിട്ടിയത്. ഏറ്റവും പോസിറ്റീവായ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡിഫൻസ്. കുബാർസി, കുണ്ടെ, ക്യാൻസെല്ലോ, അറോഹോ 4 പേരും പ്രോപ്പർ ആയിട്ട് ഡിഫെൻഡ് ചെയ്തു. അതിൽ അറോഹോവും ഇന്നലെ എക്സലന്റ് ആയിരുന്നു. അവരുടെ ക്രോസസും നമ്മൾ അവരെ 5 ഏരിയാസിലൂടെ ഫോഴ്സ് ചെയ്തു. അവരുടെ ക്രോസസ് ഒക്കെ ധാരാളം ബോക്സിലോട്ട് വരുന്നത് അതാണ് അവർ ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് വി ഡിഫെൻഡ് ദാറ്റ് പ്രോപ്പർലി, എസ്പെഷ്യലി അറോഹോ. പിന്നെ കുബാർസിയുടെ അറ്റാക്ക് വന്ന് 47 മിനിറ്റ് എങ്ങാണ്ടായിരുന്നു തോന്നുന്നു. 1.5 സാധനമല്ലായിരുന്നു ആ ബ്ലോക്ക്. അവരുടെ
സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ കുബാർസി ആൻഡ് അറോഹോ ദാറ്റ് ഡ്യൂ ഇസ് വർക്കിംഗ് വെൽ, അതാണ് ഒരു പോസിറ്റീവ്. ആൻഡ് കുണ്ട ഇസ് ബാക്ക് ടു ഹിസ് ഫോം. കുണ്ട ഇന്നലെ ഡിഫൻസീവ്ലി എക്സലന്റ്. സോ ഇന്നലെ അവർ ചെയ്ത ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ജൂൾസ് കുണ്ട നമുക്കറിയാം റഫീനയ്ക്ക് ബോൾസ് ചെല്ലരുത്, അവർക്ക് സ്പേസസ് നമ്മൾ ഇൻ ബിഹാൻഡ് റൺ ചെയ്യാൻ. സോ അവരും ഇന്നലെ ഡിഫൻസീവ്ലി പൊളിയായിരുന്നു. രണ്ട് ടീമിന്റെ ഡിഫൻഡേഴ്സ് ഇന്നലെ അടിപൊളിയായിരുന്നു. ഇന്നലെ അവർ പ്രസിംഗ് നൈസായിരുന്നു. ഫ്രണ്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ജൂൾസ് കുണ്ടനെ അവർ പെട്ടെന്ന് ക്ലോസ് ഡൗൺ ചെയ്തായിരുന്നു. അവർക്കറിയാം റൈറ്റ് ഹാൻഡ് സൈഡിൽ ജൂൾസ് കുണ്ടയുടെ ബോൾ ഓവർ ദ ടോപ്പ് ടു റഫീന അവർ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിച്ചു. ആ പാസ് ടു റഫീന, മേക്കിംഗ് ഷുവർ ദാറ്റ് ബോൾ ഡസൻ ഗോ ഇൻ ബിഹാൻഡ്, അവരുടെ സ്പേസസ് എക്സ്പ്ലോയിറ്റ് ചെയ്തത്. ആൻഡ് അവരത് കട്ട് ഡൗൺ ചെയ്തു. അതിന് അവർക്ക് 100 മാർക്സും കൊടുത്തേ പറ്റും. ആൻഡ് രണ്ട് ടീമിന്റെ ഡിഫൻഡേഴ്സ് ഇന്നലെ രണ്ട് ടീമിന്റെ ഗോൾ കീപ്പേഴ്സിനും ഒന്നും ചെയ്യാനില്ല. രണ്ട് ടീമിന്റെ ഗോൾ കീപ്പേഴ്സും ടെസ്റ്റ് ആയില്ല. സോ ഇന്നലെ രണ്ട് ടീമിന്റെ ഡിഫൻസും അടിപൊളിയായിരുന്നു. സോ അതിനകത്ത് തന്നെ മേ ബി മിഡ്ഫീൽഡിലാണ് ബാറ്റിൽ വിൻ ചെയ്യാൻ പോകുന്നത് ഉറപ്പായിരുന്നു. മിഡ്ഫീൽഡ് ബാറ്റിലായിരിക്കും കിയാവാൻ പോകുന്നത്. പക്ഷെ രണ്ട് ടീമിന്റെ മിഡ്ഫീൽഡേഴ്സും നമ്മുടെയും അവരുടെയും മിസ് പാസിന്റെ ബഹളമായിരുന്നു. ബോൾസ് ഈസി ആയിട്ട് ലൂസ് ചെയ്യുന്നു, ബേസിക് പാസുകളൊന്നും മിസ് ചെയ്യുന്നു. സോ രണ്ട് ടീമിന്റെ മിഡ്ഫീൽഡ് ഇന്നലെ വളരെ മോശമായിരുന്നു. അത് എടുത്തു പറയേണ്ട കാര്യമാണ്. നമ്മുടെ ടീമിലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫെർമിനെയൊക്കെ സബായിട്ട് വന്നതിന് ശേഷം നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ തന്നെ വരുന്നുണ്ട്. പുള്ളിയുടെ ഇഷ്ടം പോലെ മിസ് പാസുകൾ ഉണ്ടായിരുന്നു. സോ ഗുണ്ടൻ ഓവറോൾ ഐ ഫെൽറ്റ് ഗുഡ് പെർഫോമൻസ്. പക്ഷെ എന്നാലും കുറച്ച് ഇതുണ്ടായിരുന്നു. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫിൽ നമ്മൾ ഗുണ്ടനെ ക്രിസ്ത്യൻസിനോടൊപ്പം ഡബിൾ പിവറ്റ് റോളിലോട്ട് ഇറക്കണമെന്ന് വി ആർ നോട്ട് കംഫർട്ടബിൾ. സോ അവർ ഒരിക്കലും ആ കാര്യം പ്ലാൻ ചെയ്ത് കാണത്തില്ല. വി ആർ നോട്ട് അറ്റ് ഓൾ കംഫർട്ടബിൾ. പിന്നെ സെക്കൻഡ് ഹാഫിൽ എടുത്തു പറയേണ്ട കാര്യം 66 മിനിറ്റിലോ മറ്റോ അങ്ങാണ്ട് യമാലിന്റെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. ഇൻസൈഡ് ദ ബോക്സ് ഷോട്ട് ചെയ്യാൻ പോയപ്പോൾ ബ്ലോക്ക് ചെയ്തു. അതൊരു പെനൽറ്റി ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. പെനൽറ്റി ആണോ അല്ലയോ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? റെഫറി അത് അപ്പം തന്നെ ഓൺ ദ സ്പോട്ട് അല്ലെന്ന് പറഞ്ഞു. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? അങ്ങനത്തെ ഒരു ഇൻസിഡന്റ് അതാണ് ക്യാൻസർ ഇൻസിഡന്റ് അതിനെ പറയാനായിട്ടുള്ള ഒരു ഇൻസിഡന്റ്. പിന്നെ 81 മിനിറ്റിലോ മറ്റോ അങ്ങാണ്ട് ക്യാൻസറിലേക്ക് ഒരു നല്ല ചാൻസ് ഉണ്ടായിരുന്നു ക്രോസ് ഇടാനായിട്ട്. ആൻഡ് ഹി മിസ്ഡ് ഇറ്റ്. അത് ബേസിക് ക്രോസ് ബോക്സിലോട്ട് ഇടുമായിരുന്നു. മേ ബി ലെവൻഡോസ്കി അവിടെ വന്നൊരു സ്കോർ ചെയ്യായിരുന്നു. അമ്മാതിരി ഒരു ചാൻസ് ഉണ്ടായിരുന്നു. ക്യാൻസറോയിൽ നിന്ന് എക്സ്പെക്ടഡ് മോർ. സോ ക്യാൻസറോയുടെ കാര്യം ഇന്നലെ പറയാനാണ്, ഡിഫൻസീവ്ലി ഹി വാസ് ഗുഡ്. ബട്ട് ക്യാൻസറോയുടെ സ്ട്രെങ്ത് ആണ് ഗോയിങ് ഫോർവേഡ്, ചാൻസസ് ക്രിയേറ്റ് ചെയ്യുക, പ്രോസസ് ഇടുക. സോ ഇന്നലെ ആ കാര്യത്തിൽ ക്യാൻസറോ വാസ് സോ ബാഡ്. ആ ഒരു അറ്റംപ്റ്റ് ഉണ്ടായിരുന്നല്ലോ മിഡ്ഫീൽഡിൽ നിന്ന്, ആ ഒരു ഗോൾ കീപ്പർ കയറി വന്ന് നിന്ന് ഫസ്റ്റ് ഹാഫിൽ ആ ഒരു അറ്റംപ്റ്റ് 31st മിനിറ്റ് മറ്റോ കാണാൻ, അത് ഒഴികെ ക്യാൻസലോ ഗോയിങ് ഫോർവേഡ് ഡിഡ് നത്തിങ്. ഇന്നലെ ക്യാൻസലോ ഫൈനൽ തേർഡിലൊക്കെ എത്തിയിട്ട് ക്രോസസ് ആണെങ്കിലും മറ്റുമൊക്കെ വളരെ മോശമായിരുന്നു. പാസസ് ആണെങ്കിലും ഫൈനൽ തേർഡിലുള്ള ഡെലിവറീസ് വർ റിയലി ബാഡ്. ക്യാൻസലോ സോ ബാഡ്. ആൻഡ് ക്രിസ്ത്യൻസിനെ നമ്മൾ നോക്കാനാണെങ്കിൽ ഡിഫൻസീവ്ലി ഹി ഡിഡ് ഗുഡ് എന്ന് പറയാന്നല്ലാതെ, എസ്പെഷ്യലി ആ സെക്കൻഡ് ഹാഫിൽ ക്രിസ്ത്യൻസൺ അൺകംഫർട്ടബിൾ ആയിരുന്നു ഓവറോൾ മിഡ്ഫീൽഡിൽ. ഫ്രാങ്കി ഡിയോങ് മിഡ്ഫീൽഡിൽ ക്രിസ്ത്യൻസൺ ബിക്കംസ് റിയലി അൺകംഫർട്ടബിൾ. അതുള്ള കാര്യമാണ്. ഫ്രാങ്കി ഡിയോങ് ക്രിസ്ത്യൻസൺ വർക്ക് ചെയ്യാനായിട്ട് ഫ്രാങ്കി ഡിയോങ് മസ്റ്റ് ആണ് ആ ടീം. അത് മാത്രമല്ല ക്രിസ്ത്യൻസൺ എന്നല്ല, ഹോൾ ടീം. നമ്മുടെ അറ്റാക്കിങ്ങിലാണെങ്കിലും മിഡ്ഫീൽഡ് കൺട്രോൾ നേടുന്നതിനാണെങ്കിലും ഫ്രാങ്കി ഡിയോങ് ഈസ് എ കീ പ്ലെയർ. സോ പുള്ളി ഇല്ലെങ്കിൽ നമ്മുടെ മിഡ്ഫീൽഡ് നമ്മൾ റിയലി സ്ലഗിഷ് ആവും. അത് ഇന്നലെ സെക്കൻഡ് ഹാഫിൽ നമ്മുടെ പെർഫോമൻസ് നമ്മൾ എടുത്തു കാണാം. നമ്മൾ നോക്കുവാണെങ്കിൽ ലാസ്റ്റ് 15-20 മിനിറ്റ്സ് ഒക്കെ നമ്മൾ ഒരുമാതിരി ഒരു ഇന്റൻസിറ്റി ഇല്ലാത്ത പോലെ ആയിപ്പോയി. അവരും അത്ലറ്റിക് ക്ലബ്ബും വേർ നോട്ട് അറ്റ് ദർ ബെസ്റ്റ്. അവർ നിക്കോ വില്യംസ് ഇല്ലായിരുന്നു. ദാറ്റ് ഹെൽപ്ഡ് അസ് ടു ആൻ എക്സ്റ്റെന്റ്. പക്ഷെ ഞാൻ പറയാണ്, അവരെ ഇന്നലെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനാണ്. അവരുടെ ഫൈനൽ തേർഡിലെ ഔട്ട്പുട്ടും വളരെ മോശമായിരുന്നു. അവരുടെ ഡെലിവറീസും മറ്റൊക്കെ വളരെ മോശമായിരുന്നു. ദേ വർ ഓൾസോ നോട്ട് അറ്റ് ദർ ബെസ്റ്റ്. സോ മേ ബി ഒന്ന് ഗ്രൈൻഡ് ചെയ്യുക, അങ്ങനെ ഒരു 1-0 വിക്ടറിക്ക് വേണ്ടി നോക്കുക. സോ നമ്മളും അതിന് ശ്രമിച്ചില്ലെന്ന് തന്നെ ഞാൻ പറയും. സോ എനിക്ക് ഓൾമോസ്റ്റ് ഒരു കാര്യം മേ ബി പെഡ്രി ഡിയോങ് ഇന്നലെ ഫുൾ ടൈം കളിക്കുമായിരുന്നെങ്കിൽ ഐ തിങ്ക് നമ്മൾ എങ്ങനെയാലും ഒരു 1-0 വിക്ടറി എങ്ങനെയാലും നേടിക്കൊണ്ട് വരുമായിരുന്നു എനിക്ക് ഉറപ്പാണ്. ബട്ട് ഡിയോങ്ങിന്റെ പെഡ്രിയുടെ ഇഞ്ചറി ഹേർട്ടറസ്. അത് നമ്മുടെ മെഡിക്കൽ ടീം നീഡ്സ് ടു ബി ആൻസർ. നമ്മൾ നോക്കുകയാണെങ്കിൽ പ്ലേയേഴ്സിന്റെ റെഗുലർലി ഇഞ്ചറി, എസ്പെഷ്യലി പെഡ്രീനെ ഹാൻഡിൽ ചെയ്യുന്ന കാര്യത്തിൽ നമ്മുടെ മെഡിക്കൽ ടീം ചോദിച്ചേ പറ്റൂ. ആൻഡ് ഡിയോങ്ങിനും ഈ സീസൺ സെക്കൻഡ് ഇഞ്ചറിയാണ്. ഈ സീസൺ അദ്ദേഹം നമ്മൾ കണ്ടതാണ്, നവംബറിലോ മറ്റോ ഒക്കെ അദ്ദേഹത്തിന് ഇഞ്ചറി പറ്റി കുറച്ചാണ് പുറത്തിരിക്കുന്നത്. സോ അദ്ദേഹത്തിന്റെ അടുത്ത ഇഞ്ചറി വന്നിരിക്കുകയാണ്. നമ്മുടെ മെഡിക്കൽ ടീം ദേ നീഡ് ടു സ്റ്റെപ്പ് അപ്പ് എന്ന് ഞാൻ ഉറപ്പായിട്ടും പറയും. ആൻഡ് ഇന്നലത്തെ മാച്ചിൽ സത്യം പറഞ്ഞാൽ നമുക്കൊരു ജിറോണ ഇന്നലെ മയോർക്കായിട്ട് തോറ്റു. ജയിക്കുമായിരുന്നെങ്കിൽ സെക്കൻഡ് എത്തായിരുന്നു. ആൻഡ് റയൽ മാഡ്രിഡ് പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്ത് ഇന്നലെ ജയിക്കണം 6 പോയിന്റ്സ് ആയി ചുരുക്കായിരുന്നു. സോ സ്റ്റിൽ ലാ ലീഗ ഫേവറേജ് ക്ലിയർലി റയൽ മാഡ്രിഡ് ആണ്. സോ നമ്മളെ ഏറ്റവും ബെസ്റ്റ് തിങ് ഈ ഒരു സ്ക്വാഡും വെച്ച്, ഈ ഒരു ഇഷ്യൂസും വെച്ച്, ഇങ്ങനെയൊക്കെ വെച്ച് എങ്ങനെയൊരു ആ ഒരു സെക്കൻഡ് സ്പോട്ടിലോട്ട് കയറുക, റയൽ മാഡ്രിഡുമായിട്ടുള്ള പോയിന്റ്സ് ഗ്യാപ്പ് മാക്സിമം ക്ലോസ് ഡൗൺ ചെയ്താൽ ദാറ്റ് വിൽ ബി എ ഹ്യൂജ് ബൂസ്റ്റ് ഫോർ us ദിസ് സീസൺ. ഉള്ള പറയാം, കൺസിഡറിങ് ദ സീസൺ, ഇത് ഇഞ്ചറീസ് മറ്റുമൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ എങ്ങനെയല്ല ആ പോയിന്റ്സ് ഗ്യാപ്പ് ക്ലോസ് ചെയ്യുക. ശരിയാണ്, ഫസ്റ്റ് അടിക്കുക, ലീഗ് അടിക്കുക ബുദ്ധിമുട്ടാണ്. ബട്ട് എങ്ങനെയല്ല ആ പോയിന്റ്സ് ഗ്യാപ്പ് ക്ലോസ് ചെയ്യുക. എന്ത് സംഭവിക്കുന്നു പറയാൻ പറ്റില്ല. ബട്ട് ഈ ഫ്രാങ്കി ഡിയോങ് ആൻഡ് പെഡ്രി ഈസ് ഔട്ട്, എസ്പെഷ്യലി ഫ്രാങ്കി ഡിയോങ്, I cannot see us competing for even ചാമ്പ്യൻസ് ലീഗ് ആണെങ്കിലും ലീഗ് ആണെങ്കിലും. സച്ച് എ വൈറ്റൽ പ്ലെയർ ആണ് നമ്മുടെ ടീമിൽ ഫ്രാങ്കി ഡിയോങ്.
ആൻഡ് പെഡ്രി നമുക്ക് ബിഗ് മാച്ചസിലൊക്കെ പെഡ്രിയുടെ ഇൻഫ്ലുവൻസ് നമുക്കറിയാം. സോ ഈ രണ്ട് പ്ലേയേഴ്സ് ഇല്ലെങ്കിൽ, രണ്ടുപേരും ഉണ്ടായിരുന്നെങ്കിൽ മേ ബി ലീഗിന് വേണ്ടി ഒരു പുഷ്, ലാസ്റ്റ് മൊമെന്റ് ഒരു ഹോപ്പ് വന്നു. ചാമ്പ്യൻസ് ലീഗ് നമുക്ക് പറയാൻ പറ്റത്തില്ല എവിടെ വരെ പോകുന്നു. സോ അഗൈൻസ്റ്റ് നാപ്പൊളി വി മൈറ്റ് ബി വൾണറബിൾ എന്ന് തോന്നുന്നു. പിന്നെ ഹോമിലാണ് മത്സരം. നമ്മൾ സത്യം പറഞ്ഞ എവേ ഫിക്സ്റ്റേഴ്സ് ആണ് ഈ സീസൺ ഹോമിലും ബെറ്റർ ആയിട്ട് കളിക്കുന്നത്. ആൻഡ് പോസിറ്റീവ് കാര്യം ഡിഫൻസ്. ലാസ്റ്റ് ഫ്യൂ മാച്ചസ് ആയിട്ട് നമ്മുടെ ഡിഫൻസിന്റെ പെർഫോമൻസ് ഈസ് റിയലി ലുക്കിംഗ് ഗുഡ്. അറോഹോ, കുണ്ടെ, കുബാർസി, ക്യാൻസലോ, ഈ ബാക്ക് ഫോർ ഈസ് ലുക്കിംഗ് റിയലി ഗുഡ്. സോ ഇതുമായിട്ട് നമ്മൾ പെർഷ്യൂഡ് ചെയ്യും. ഇവർ മുന്നോട്ട് നല്ലപോലെ ഡിഫെൻഡ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് നമ്മുടെ സ്ട്രൈക്കേഴ്സും മിഡ്ഫീൽഡേഴ്സും കമ്മിങ് മാച്ചസിൽ സ്റ്റെപ്പ് അപ്പ് ചെയ്തേ പറ്റൂ. സോ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? ഇന്നലത്തെ മാച്ച് സത്യം പറഞ്ഞാൽ ഫോർ ബാർസലോണ ഫാൻ ഇന്നലെ പ്രോപ്പറായിട്ട് എൻജോയ് ചെയ്തിട്ടില്ല, പ്രോപ്പറായിട്ട് ഉറക്കവും ഒന്നും കാണത്തില്ലല്ലേ. സോ അങ്ങനെയാണ് മറ്റൊരു വീഡിയോ കാണാം.